ഈ സോങ്ക്രൻ ഫെസ്റ്റിവൽ അഥവാ തായ്ലൻഡിലെ ന്യൂ ഇയറിൻ്റെ ആ ഒരു വൈബ് ആയതുകൊണ്ട് എവിടെ ഇറങ്ങിയാലും ആൾക്കാർ വെള്ളം കോരിയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ആ വെള്ളത്തിലൂടെയെല്ലാം നനഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. അങ്ങനെ നടന്നങ്ങോട്ട് കയറിയത് ട്രീ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് ഫീസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് കോർട്ടിൻ്റെ അകത്തേക്കാണ്. ഇവിടെ ഏറെക്കുറെ ഇതാണ് അതിൻ്റെ ഒരു രീതി. ലേഡീസ് പല രീതിയിൽ നമ്മളിങ്ങനെ ആനയിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാടി ഇരുത്തും. എന്നിട്ട് മെനു കൊണ്ടുത്തരും. നമ്മൾ ഐറ്റംസ് നോക്കുക, ഐറ്റംസ് ഓർഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ ഐറ്റംസ് മെനുവിലുള്ള ഐറ്റംസ് ഇങ്ങനെ കുറച്ച് നോക്കിയിട്ട് ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് തായ്ലൻഡുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നൂഡിൽസ് ഐറ്റം ആയിട്ടുള്ള പാഡ് തായിയ അഥവാ പാഡ് തായ് നൂഡിൽസ്. നമ്മളെ നാട്ടിലെ കഫേലെല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റം ഇത്. പക്ഷേ ഇവിടെ തായ്ലൻഡിൽ ഇത് നമ്മളെ നാട്ടിലെ പുട്ടുമുട്ടി അല്ലെങ്കിൽ നെയ്പ്പത്തിൽ മുട്ടിയെല്ലാം പോലത്തെ തട്ടുകടയിൽ കൊടുക്കുന്ന ഐറ്റംസ് ഇല്ലേ, ആ ഒരു ലെവൽ സാധനമാണ് ഇത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് സാധനം. അങ്ങനെ അതാക്കിയ ശേഷം പ്ലേറ്റിലേക്ക് പതുക്കെ അങ്ങോട്ട് ചെരിഞ്ഞ് എന്നിട്ട് ആ പ്ലേറ്റ് എനിക്ക് തന്ന് ഞാൻ ആ പ്ലേറ്റുമായിട്ട് പോയിട്ട് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇതെങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തിരിച്ചിതെങ്ങനെ പതുക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങിയേ. നല്ല ചൂടുണ്ട് കേട്ടോ സാധനം. പിന്നെ ഞാൻ ഓനോട് ചോദിച്ചു ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ ഓൻ എനിക്കൊരു രീതി പറഞ്ഞത്, ചെറുനാരങ്ങ എടുത്തിട്ട് നല്ലോണം ചുറ്റും ഇങ്ങനെ പിയ്യുക. എന്നിട്ട് റോസ്റ്റഡ് പീനട്ട്സിൻ്റെ പൗഡറുണ്ട് അതിൻ്റെ കൂടെ, അതെടുത്തിട്ട് നല്ലോണം ഇങ്ങനെ വിതറുക ചുറ്റും. പിന്നെ ഈ മങ് ബീൻ സ്പ്രൗട്ട്സ് ഇല്ലേ, അതും കുറച്ച് എടുത്തിട്ട് നൂഡിൽസിന് മേലെ ഇടുക. അതിന് ശേഷം വീണ്ടും ഫോർക്ക് ഇങ്ങോട്ട് എടുക്കുക. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് കഴിക്കുക. ഇതാണ് ഒരു ശരിയായിട്ടുള്ളൊരു രീതി. അങ്ങനെയും കഴിച്ചു നോക്കി. ചെറുതായിട്ടൊരു സ്വീറ്റ് ഫ്ലേവർ ഉണ്ട്, സ്പൈസിയാണ്, ടാങ്കിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ആ പീനട്ടിൻ്റെ പൗഡറും എല്ലാം കൂടെ വന്നപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ച് പിന്നെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ച് എന്നിട്ട് ഞാൻ നേരെ പോയത് ആ ഒരു ഫുഡ് സ്റ്റോളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള വേറെ ഒരു ഫുഡ് സ്റ്റോളിലാണ്. ഇവിടെ മാത്രമാണ് ആ ഫുഡ് സ്റ്റോളിൽ ഇവിടെ മാത്രമാണ് തായ്ലൻഡുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഐറ്റമായിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐറ്റം കിട്ടുള്ളൂ. അപ്പോൾ അത് റെഡിയാക്കുന്നതിനിടയ്ക്ക് ചങ്ങായി എനക്കൊരു പീസ് മാങ്ങയെല്ലാം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ മാങ്ങ. അപ്പോൾ അങ്ങനെ അത് കഴിച്ച് എന്നിട്ട് പിന്നെ മാങ്ങയെല്ലാം മുറിച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. സ്റ്റിക്കി റൈസ് അതിൻ്റെ സൈഡിൽ വെച്ച് ഇത് ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. തായ്ലൻഡിൽ പശുവും പാലിനേക്കാളും എല്ലാം മെയിനായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് തേങ്ങാപ്പാൽ. അതും ആ പ്ലേറ്റിൻ്റെ റൗണ്ട് കുഴിയിൽ ഒഴിച്ച് എന്നിട്ട് ആ പ്ലേറ്റുമായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നതിനിടയ്ക്ക് ചങ്ങായി പറഞ്ഞ പോലെ നമ്മൾ ഇവിടുത്തെ മെയിനായിട്ടാണ് ഈ ഇളനീർ ഷേക്ക് ഇതൊന്ന് കുടിച്ച് നോക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് സാമ്പിൾ ഒന്നിന് കുടിക്കാൻ. നാമോനെ ആയിട്ടെന്നറിയാം. ഞാൻ ചങ്ങായിൻ്റെ പുറത്തടിച്ചിട്ട് പറഞ്ഞു നീ പൊന്നപ്പനല്ലടാ, പൊന്നപ്പൻ തങ്കപ്പനാണ്. അങ്ങനെ ആ ടെൻഡർ കോക്കനട്ട് അഥവാ ഇളനീർ ഷേക്കെല്ലാം കുടിച്ചിട്ട് നേരെ പോയിരുന്നിട്ട് നമ്മൾ ആ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ തുടങ്ങി. ഇത് ഇങ്ങനെയാണേ കഴിക്കേണ്ടത്. സ്റ്റിക്കി റൈസിൻ്റെ മേലെ മാങ്ങേൻ്റെ ഒരു പീസ് വെക്കണം. എന്നിട്ട് കുറച്ച് നല്ലോണം തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ എത്രത്തോളം ഒഴിക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടി 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 വരും. തേങ്ങാപ്പാലിന് ചെറിയൊരു മധുരമെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ മാങ്ങേൻ്റെ പീസ് എടുത്തിട്ട് ആ റൈസിൻ്റെ മേലെ വെച്ച് എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ആ സ്പൂൺ കൊണ്ട് കോരി എടുത്തിട്ട് മാങ്ങേൻ്റെ മേലെയാടെ ഒഴിച്ച് അന്നേരമാണ് ചങ്ങായി പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എത്രത്തോളം തേങ്ങാപ്പാൽ ഒഴിക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുന്നു. അപ്പോൾ ഉടനെ വീണ്ടും ഒരു സ്പൂണും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് കഴിച്ചത്. ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ചൊരു മത്താവുന്ന ടൈപ്പ് ഒരു സാധനമാണ്, പക്ഷേ നല്ല സുഖമുള്ളൊരു മത്താവല. ഈ ചെങ്ങായിനെ കണ്ടോ നിങ്ങൾ? ഈ ചെങ്ങായിൻ്റെ പരിപാടി എന്താണെന്നറിയാം? നമ്മളിങ്ങനെ നടക്കുന്ന നേരം ആരും അറിയാണ്ട് വന്നിട്ട് ബാക്കിൽ നിന്ന് വെള്ളമടിച്ച് കളയും. ഞാൻ എന്നിട്ട് എൻ്റെ കൂടെയുള്ളവനെയും ഓൻ്റെ മേത്തും വെള്ളമടിക്കാൻ വേണ്ടിയിട്ട് ഓനെയും സെറ്റാക്കിയിട്ട് എടുത്തിട്ട് ചെങ്ങായിനോട് പറഞ്ഞിട്ട് വെള്ളമടിപ്പിച്ചില്ലേ. അതൊരു സുഖം. അങ്ങനെ കുറേ നേരം ഇങ്ങനെ അയൽവൂട്ടിയെല്ലാം നടന്ന് പിന്നെ ഇവരുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഈ സോങ്ക്രനുമായിട്ട് ബന്ധപ്പെട്ടില്ല. അവിടെ പോയിട്ട് കുറച്ച് നേരം വെറുതെ ആരെല്ലോ കൂടെ തുള്ളിക്കളിച്ച് എന്നിട്ട് പോയി കിടന്നുറങ്ങിയിട്ട് ഇത് പിറ്റേ ദിവസമാണ്. ഇത് തായ്ലൻഡിലെ ഒരു സൂവാണ്, ഒരു ഓപ്പൺ സൂ. കുറേ ജിറാഫ് ഉണ്ട്, ഇഷ്ടംപോലെ ടൈഗർ ഉണ്ട്, ലയൺ ഉണ്ട്, അങ്ങനെ കുറേ വൈൽഡ് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ ടൂർ ഓപ്പറേറ്റർ ആയിട്ടുള്ള സേഫിങ്സിൻ്റെ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ ജംഗിൾ സഫാരി അല്ലെങ്കിൽ ഈ സൂ. അത് നല്ല അടിപൊളിയായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇത് അന്നേ ദിവസം വൈകുന്നേരം 7-Elevenൽ ഒരു അടിപൊളി സാൻഡ്വിച്ച് കിട്ടുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ട് അതൊന്ന് ഓർഡർ ചെയ്തേ. അവരെല്ലാം ടോസ്റ്റെല്ലാം ചെയ്തിട്ട് അത് സെർവ് ചെയ്യുക. അപ്പോൾ ആ പെണ്ണ് ചിരിച്ചുകൊണ്ട് ആ സാധനം തന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് പതുക്കെ കഴിക്കാൻ തുടങ്ങി. ഇതാണ് സാധനം. നമ്മളെ നാട്ടിലുള്ള 85 ഉറുപ്പ്യാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 85 അല്ല 125 ഉറുപ്പ്യാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് 7-Eleven എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഹാം ചീസ് സാൻഡ്വിച്ചാണ്. പിന്നെ എനിക്കൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്തു. നല്ല യങ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു ഡ്രൈവർ, നല്ല വൈബുള്ളൊരു പെണ്ണ്. അങ്ങനെ ഓളോട് കുറേ തള്ളലെല്ലാം ഞാനിങ്ങനെ തള്ളിയിട്ട് നമ്മളിങ്ങനെ പോന്നാ. പിന്നെ ഞാൻ ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി എന്നിട്ട് വേറെ ഒരു ടാക്സി പിടിച്ച്. അതിൻ്റെ അകത്തൊരു ചങ്ങായി ഉണ്ടായേ, പെണ്ണല്ല. ഈ ചങ്ങായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ടാകുമ്പോഴത്തേന് ഫുൾ ചിരിയാ. ഇങ്ങനെ തംസപ്പ് കാണിച്ചുകൊണ്ടേ നിൽക്കും. എന്തിനാണ് അങ്ങനെ കാണിക്കുന്നൊന്നും ചിരിക്കുന്നത് എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് മനസ്സിലായില്ല. അങ്ങനെ നമ്മളിങ്ങനെ അടിച്ചും പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചങ്ങായി പറഞ്ഞ് ഞാനൊന്ന് വണ്ടി സൈഡാക്കട്ടെ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. ചങ്ങായി അപ്പാടനെ ഒരു കെഫ്റ്റീരിയൻ്റെ അടുത്ത് വണ്ടി സൈഡാക്കി. എന്തിനാ വണ്ടി നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പൾബർ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും കുടിക്കാൻ ഇങ്ങനെ വേണം പോലും. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് വണ്ടി നിർത്തിയത്. ചങ്ങായിൻ്റെ സീറ്റിൻ്റെ ഇടയിലാണെങ്കിൽ കുറേ സാൻഡ്വിച്ചും ചിപ്സ് എല്ലാം പറഞ്ഞ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നെ ചങ്ങായി കൊണ്ടുപോയി ഇറക്കിയത് തായ്ലൻഡിലെ പ്രശസ്തമായ
ശക്തമായ ഒരു അമ്പലത്തിൻ്റെ മുമ്പിലാണ്. പക്ഷേ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കല്ല കയറിയത്. അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലുള്ളൊരു ബേക്കറിയിലോട്ടാണ് ഞാൻ പോയത് നേരെ. അവിടെ അമ്പല ദർശനമെല്ലാം കഴിഞ്ഞിട്ട് വരുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ഓളോട് ചോദിച്ച് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റം എന്താണെന്നെല്ലാം ചോദിച്ചു തരുമോ? ഓൾ എനിക്ക് കുറച്ച് ഐറ്റംസ് കാണിച്ചു തന്നു. ഞാൻ എല്ലാം ട്രൈ ചെയ്തില്ല. അവിടുന്ന് ഒരൈറ്റം ഞാൻ വാങ്ങിച്ചു നോക്കി. അതാണിതാ. ഈ സോഫ്റ്റ് ആയിട്ടുള്ള പച്ച കളറുള്ള ക്രീമെല്ലാം ഫില്ല് ചെയ്തിട്ടുള്ള ഈ ക്രീം ബന്ന്, അഥവാ നമ്മളെ നാട്ടിൽ ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ബൻ മസ്ക എന്നും പറയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ക്രീം. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫ്ലേവർ ഒന്നുമല്ല, പക്ഷെ ഒരു നാടൻ ഫ്ലേവർ, നല്ല സോഫ്റ്റ് ബന്നും. അത് ഞാൻ കഴിച്ചത് DK ബേക്കേഴ്സ് എന്ന് പറഞ്ഞ ആ സ്പോട്ടിൽ നിന്ന്, ആ ബേക്കറിയിൽ നിന്നാണ്. ഇവിടുത്തെ ബസ്സെല്ലാം നോക്കിയാട്ടെ, എൻ്റെ നാട്ടിലൂടെ പണ്ട് പോകുന്ന ആ സീന ബസ് പോലെ ഉണ്ട് കാണാൻ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ കൂടെ ടൂറിന് ബാക്കി ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ, അവരെ കൂടെ ജോയിൻ ചെയ്ത് എന്നിട്ട് നേരെ നമ്മളെല്ലാവരും കൂടെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ടേക്ക് അങ്ങോട്ട് പോയി. ഇത് തായ്ലൻഡിലെ എൻ്റെ അവസാനത്തെ, അതായത് ആ തായ്ലൻഡ് യാത്രയിലെ എൻ്റെ അവസാനത്തെ ലഞ്ചാണ്. കുറച്ച് സാലഡ് എടുത്തിട്ടുണ്ട്, റൊട്ടി എടുത്തിട്ടുണ്ട്, ചിക്കൻ കറി എടുത്തിന്, കുറച്ച് റൈസ് എടുത്തിന്, ഫിഷിൻ്റെ കറി എടുത്തിന്, ദാലിൻ്റെ കറി എടുത്തിന്, പിന്നെ ഒരു പാലക്കറി ഉണ്ടായിരുന്നു. അതും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നേ. എന്തായാലും സേവിങ്സ് അടിപൊളിയായിട്ട്, ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നതല്ല, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം അവർ അടിപൊളിയായിട്ട് ഈ ട്രിപ്പെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ചിറങ്ങി. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിൽ കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു ട്രിപ്പിൽ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി പോയതാണ്. പക്ഷേ ഞാനൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരു അവക്കാഡോ ഷേക്കാണ് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് കുടിച്ചത്. അടിപൊളി അടിപൊളി ടേസ്റ്റിയാണ്. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഫ്രീ ടേസ്റ്റിംഗ് സെഷൻ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറേ ചായ ഇങ്ങനെ നിരത്തി വെച്ചിന്. പിന്നെ ഫ്രീ കിട്ടുന്ന സാധനം നമ്മൾ പണ്ടേ ഒഴിവാക്കാറില്ലാത്തതുകൊണ്ട് അതും കുടിച്ച്, അതിൻ്റെ കൂടെ ഒരു ചെറിയ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു, അതും കഴിച്ചേ. എന്നിട്ട് നേരെ ഒരു ഒരു ചെറിയൊരു കഫേ സെറ്റപ്പ് പോലത്തെ ഒരു സാധനം കണ്ടു ഈ ഷോപ്പിംഗ് മോളിനകത്ത്. അവിടെ പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് അമേരിക്കാനോ ആണെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് അതെടുത്തോന്ന്. അത് ഈ കോക്കനട്ട് വാട്ടറില്ലേ, നമ്മളെ തേങ്ങേൻ്റെ വെള്ളം, അത് കുറച്ചും കൂടെ ഫെർമെൻ്റെല്ലാം ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ കോഫിയും വരുന്നുണ്ട്. നല്ല ടേസ്റ്റിനാണ് കേട്ടോ ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെ ഏകദേശം 6-7 ദിവസത്തെ തായ്ലൻഡ് യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അന്നേ ദിവസം നാട്ടിലേക്ക് തിരിച്ചിന്. അപ്പോൾ ഒരുപാട് നന്ദി സേഫിങ്സിന് എന്നെ ഇതുപോലത്തെ ഒരു ട്രിപ്പിന് ഇൻവൈറ്റ് ചെയ്തിട്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തിരിച്ച് നാടെത്തി, ബസ് കയറ്റിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ശരിയേ, വേറെ ഒന്നുമില്ലല്ലോ അല്ലേ?